വെൽക്കം ബാക്ക് ടു സൊല്യൂഷൻസ് ആൻഡ് വ്യൂസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ദേ നമ്മുടെ ക്രിസ്മസ് എത്തി. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റുകളൊക്കെ ഇന്നുകൂടി ഉണ്ടാവുകയുള്ളൂ. ഇന്ന് കാലത്തൊരു വീഡിയോയും വൈകിട്ടൊരു വീഡിയോ ഉണ്ടാവും. അതോടെ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ക്രാഫ്റ്റ് അവസാനിക്കുകയാണ്. ക്രിസ്മസ് ക്രാഫ്റ്റ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു കുട്ടി ക്രാഫ്റ്റുമായാണ് വന്നിരിക്കുന്നത്. ഒരു ക്രിസ്മസ് ബോ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. എല്ലാവർക്കും 1 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു സിമ്പിൾ ബോ ആണ്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇത് നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആണ്. ഇത് വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഒരു പാക്കറ്റ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. നല്ല നല്ല കളേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിൽ നിന്ന് ഞാൻ ഒരു പീസാണ് എടുക്കുന്നത്. ഇതിൽ ഞാൻ സ്കെയിൽ ഉപയോഗിച്ച് 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു സ്ക്വയർ പീസ് ആണ് വേണ്ടത്. 4 സൈഡ്സും 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ആകെ ശ്രദ്ധിക്കാനുള്ളത് സൈഡ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കണം. കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്ക്വയർ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ക്വയർ പീസിനെ ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 2 സൈഡ്സും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ സ്ക്വയർ പീസിൽ ഒരു ക്രോസ് വന്നിട്ടുണ്ട്. ഇനി ക്രോസിനെ ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത് മുഴുവനായി കട്ട് ചെയ്യരുത്. മിഡിലെ പോയിന്റ് വരെ മാത്രമേ കട്ട് ചെയ്യാവൂ. ഒരുപാട് അങ്ങ് ചേർത്ത് കട്ട് ചെയ്യരുത്. അപ്പോൾ ഇത് 4 പീസായി വരും. കണ്ടില്ലേ? ഇതുപോലെ മിഡിലെ പോയിന്റ് ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി മിഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ ട്രയാങ്കിളുടെ 2 അറ്റവും ഫോൾഡ് ചെയ്ത് മിഡിലേക്ക് കൊണ്ടുവന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡും ഗ്ലൂ അപ്ലൈ ചെയ്ത് മിഡിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? നമ്മുടെ ബോ പകുതി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പോർഷൻ നീളത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിൽ ഒരു വി കട്ടും കൊടുക്കുക. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് വെച്ച പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പോർഷൻ നമുക്ക് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഈ ബോയുടെ മിഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ ഹാങ്ങിങ് പോർഷനെ ബാക്കിലോട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബാക്കിയിരിക്കുന്ന ഒരു പീസ് നമ്മുടെ ബോയുടെ മിഡിലൂടെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ അല്ലേ ഉണ്ടാക്കാൻ? ഇത് ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റിയ ഒരു ബോ ആണ്. അതുപോലെ കുട്ടികളുടെ ഹെയർ ബാൻഡിലും ഹെയർ ക്ലിപ്പിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്രാഫ്റ്റ് ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ക്രാഫ്റ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വൈകിട്ട് കാണാം. ടിൽ ദെൻ ബൈ ഫ്രം സൊല്യൂഷൻസ് ആൻഡ് വ്യൂസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ക്രാഫ്റ്റിംഗ്. ലവ് യു ഓൾ.